പാർസ്യമിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം വീട്ടിൽ ഉപയോഗിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേനൽക്കാല ആരോഗ്യം, നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, കാലങ്ങൾ മാറി വരും. മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്. അപ്പോൾ നമ്മുടെ RCMൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇത് തികച്ചും നമ്മുടെ ആയുർവേദ ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇടയ്ക്ക് ബ്ലിങ്ക് ആയിരുന്നു, ഞാൻ ചോദിച്ചത്. തികച്ചും ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ആയുർവേദത്തിൻ്റെ പാരമ്പര്യത്തിലാണ്, അല്ലെങ്കിൽ ആയുർവേദ സിദ്ധാന്തത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിലെ എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ. കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് ദോഷമാകുന്ന ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുരാണ വേദങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടാണ് ആയുർവേദം വരുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ തത്വത്തിലാണ് ഇതിലെ നമ്മുടെ പല ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് ഇതിനകത്ത് സഞ്ജീവനി പ്രാശ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമുക്കായിട്ട് കമ്പനി തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക്കായ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടങ്ങ് പോകാം. നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഡിമ്മാവുന്നുണ്ട്. ഓക്കെ, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. ആദ്യം വരുന്നത് മണ്ണ്, അല്ലെ, ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ വീണ്ടും ത്രിദോഷങ്ങളായിട്ട് മാറുന്നുണ്ട്. വാതം, പിത്തം, കഫം, ഇങ്ങനെ മൂന്നായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. വീണ്ടും അതിലെ ഈ പഞ്ചഭൂതങ്ങൾ തന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് വാതപിത്ത കഫങ്ങളാണ്. അപ്പോൾ നമ്മൾക്കറിയാം, വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ്. അപ്പം വേനൽക്കാലം എന്ന് പറയുന്നത് തന്നെ പിത്തത്തെ അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമുക്ക് വിശപ്പ് കുറവും ദാഹം കൂടുതലുമായിരിക്കും. അപ്പം പിത്തം എന്ന് പറയുന്നത് തന്നെ അഗ്നിയുടെയും ജലത്തിൻ്റെയും കോമ്പിനേഷനാണ്. ഇപ്പോൾ ഓരോ ദോഷങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കോമ്പിനേഷൻ വരുന്നത് ഈ പഞ്ചഭൂതങ്ങളുമായിട്ടാണ്. ഇപ്പോൾ വാദം വരുന്നത് ആകാശവും വായുവുമാണ്. കഫം വരുന്നത് മണ്ണും ജലവുമാണ്. പിത്തം വരുന്നത് അഗ്നിയും ജലതത്വവുമാണ്. ഈ രണ്ട് തത്വങ്ങൾ ചേർന്നാണ് അതിൻ്റെ നിർമ്മാണം വരുന്നത്, ദോഷങ്ങൾ വരുന്നത്. അപ്പോൾ വാദവും പിത്തവും കഫവും ഇത് മൂന്നും സമമായിരിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത്. പക്ഷെ ഈ ആരോഗ്യത്തിന് പലപ്പോഴും നമുക്ക് ഈ കുറവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ദോഷങ്ങൾ സംഭവിക്കുന്നത് ഇതിലെവിടെയെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോഴാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്കറിയാം, ചൂട് കൂടി കഴിയുമ്പോഴത്തേക്കും ഉഷ്ണസമ്മതമായ അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പം അതിനെ സമീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ വ്യത്യാസത്തിലൂടെയാണ്. അപ്പോൾ പ്രകൃതിയിലൊക്കെ നമുക്ക് നോക്കി അറിയാം, ആ സമയത്ത് ധാരാളം പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വേനൽക്കാലത്ത്. ഇപ്പം മഞ്ഞുകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്ക് നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ധാരാളമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതി തരുന്നതാണ്. അപ്പോൾ അവിടെ നാം ഉപയോഗിക്കുന്ന പഴങ്ങൾ, അല്ലെങ്കിൽ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ കൂടുതലായിട്ടും മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രകൃതി തന്നെ നമുക്ക് തരുന്നതാണ്. പലപ്പോഴും നാം ഇതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ശരീരത്തിനും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് നമുക്ക് പ്രായോഗികമായിട്ട് സാധിക്കാതെ വരുമ്പോൾ ചില ആയുർവേദ കൂട്ടുകൾ, അല്ലെങ്കിൽ ഈ പോഷക വസ്തുക്കളെ ചേർത്തുള്ള കൂട്ടുകൾ നമുക്ക് നമ്മുടെ ആയുർവേദത്തിൽ, അല്ലെങ്കിൽ ആയുർവേദ പാരമ്പര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രധാനമായിട്ടും നമുക്ക് അകത്തേക്ക് കുടിക്കാനുള്ളത്, അതുപോലെ തന്നെ കഴിക്കാനുള്ളത്, പുറമേ പുരട്ടാനുള്ളത്, ഇങ്ങനെ 3 തരത്തിലാണ് ഈ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഈ ദോഷങ്ങളെ സമീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക്
ചിന്തിക്കാനുള്ളത്, നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾക്കകത്ത് ഏതൊക്കെ നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾക്കകത്ത് ഏതൊക്കെയാണ് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇങ്ങനെ ഈ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ സമീകരിച്ച് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. അതിലാദ്യം നമുക്ക് കുടിക്കാനുള്ള ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് RCM നമുക്ക് തരുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഗുഡ്സിപ്പ് തന്നെയാണ്, അല്ലെ? ഗുഡ്സിപ്പ് എന്നുള്ള ഒരു പൊടി ഉണ്ട്. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നാരങ്ങാനീരിൻ്റെ പൊടിയുണ്ട്, നാരങ്ങാനീര് പൊടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്, ജീരകമുണ്ട്, പിന്നെ തുളസിപ്പൊടിയുണ്ട്, കറ്റാർവാഴയുടെ പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചിപ്പൊടിയുണ്ട്. ഇത്രയും പൊടികൾ ചേർത്താണ് ഈ ഗുഡ്സിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലും ഉപയോഗിക്കാം, പച്ചവെള്ളത്തിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വേണ്ടവർക്ക് ചൂടുവെള്ളത്തിൽ കഴിക്കാം, പച്ചവെള്ളത്തിൽ വേണ്ടവർക്ക് പച്ചവെള്ളത്തിൽ കഴിക്കാം. അപ്പോൾ ഇതിനകത്ത് ധാരാളം വിറ്റാമിനുകളും ധാതുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തി നിലനിർത്തുന്നതിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഈ ദ്രാവകം, അല്ലെങ്കിൽ ഈ ഗുഡ്സിപ്പ് എന്ന് പറയുന്ന ഈ പൊടി. ഇത് മാത്രമല്ല, നമുക്ക് നാരങ്ങാവെള്ളത്തിൽ ചേർത്തും കഴിക്കാം, നാരങ്ങാവെള്ളം തേനും ഒക്കെ ചേർത്തും ഇത് കഴിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൈറ്റമിൻ D ഉണ്ട് ഇതിനകത്ത്, രോഗപ്രതിരോധശേഷി നൽകുന്ന സിങ്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഉപയോഗിക്കാനും പറ്റിയ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള RCMൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഗുഡ്സിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇങ്ങനെ കമ്പനിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്, ബാക്കി 30% മാത്രമേ ഉള്ളൂ മറ്റ് നമ്മുടെ പ്രോട്ടീനും മറ്റ് ശരീരത്തിൻ്റെ ഈ മാംസളമായിട്ടുള്ളത്. അപ്പോൾ ജലം കുറയുന്ന ഒരു സമയമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ പ്രകൃതി അനുസരിച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പം പിത്തമാണ് വേനൽക്കാലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം പിത്തം കൂടി നിൽക്കുമ്പോൾ ചിലർക്കത് വിശപ്പില്ലായ്മ ഉണ്ടാകും, ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചിരിക്കും. സാധാരണ ആൾക്കാർക്കൊക്കെ തന്നെ വിശപ്പ് കുറവായിരിക്കും. അതിന് കാരണം ജലം കുറയുന്നതാണ്. പിത്തത്തിൻ്റെ കോമ്പിനേഷൻ തന്നെ പ്രകൃതിയിൽ നമുക്ക് കാണാം. അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് തന്നെ അഗ്നിയും ജലവുമാണ്. അപ്പോൾ ജലതത്വം കുറയുമ്പോഴാണ് നമുക്ക് വിശപ്പ് കുറയുന്നതും അതുപോലെ തന്നെ ദാഹം കൂടുന്നതും. അപ്പോൾ ദാഹം കൂടിക്കഴിഞ്ഞ് ജലം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാവും. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ജലത്തിനധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ജലസംബന്ധമായിട്ടുള്ള, ജലത്തെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ജലം കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആഹാരത്തിൽ 6 രസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നാം കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും, ആഹാരം പൊതുവെ എല്ലാ ഷഡ് രസങ്ങൾ എന്ന് തന്നെ പറയും. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്പ്, ചവർപ്പ്, ഇങ്ങനെ 6 രസങ്ങളുണ്ട്. ഈ രസങ്ങളുടെ കോമ്പിനേഷനുകളും നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇപ്പം വേനൽക്കാലത്ത് പൊതുവെ എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ കുറയണം. എരിവ്, പുളി, ഉപ്പ് ഇതെല്ലാം പിത്തത്തെ അധികരിക്കുന്നതും ശരീരത്തിലെ ജലാംശത്തെ കുറയ്ക്കുന്നതും അത് സംബന്ധമായ പല രോഗങ്ങൾക്കും അത് കാരണമാവും. പൊതുവെ ആൾക്കാർക്ക് എരിവും പുളിയും ആ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ചില പ്രകൃതികൾക്കത് കുറയുന്നത് കുഴപ്പമായിട്ട് വരും, അങ്ങനെയുള്ളതുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എരിവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ഈ എരിവ് നമുക്ക് ശരീരത്തിൽ ദോഷം ഉണ്ടാക്കുന്നതല്ല. അതേസമയം ഉണങ്ങിയ മുളക് പൊടി, ഉണങ്ങിയ മുളക്, അതായത് നമ്മുടെ ചുവന്ന മുളക്, അത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അസിഡിക്കായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം വേനൽക്കാലത്ത്. മഴക്കാലത്ത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മഴക്കാലത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേനൽക്കാലത്ത് അത് നമുക്കത് ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി തുടങ്ങിയവ എരിവിനായിട്ട് ഉപയോഗിക്കുക.
ഇത് ആവശ്യമുള്ളവർ. അതുപോലെ തന്നെ പുളിയുടെ അളവ് നമ്മൾ കുറയ്ക്കണം വേനൽക്കാലത്ത്. പുളിയും അസിഡിക്കാണ്. അപ്പോൾ പുളി തന്നെ അസിഡിക്കും ഉണ്ട്, ആൽക്കലൈനും ഉണ്ട്. ആൽക്കലൈൻ ആയിട്ടുള്ള പുളിയാണ് ഇപ്പം നമ്മുടെ നെല്ലിക്കയ്ക്കകത്തെയും നാരങ്ങയ്ക്കകത്തേക്കുള്ള പുളി ആൽക്കലൈനായിട്ട് മാറുന്നവയാണ്. അത് നമ്മുടെ വായി വെക്കുമ്പോൾ പുളിയാണെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ആൽക്കലൈനായിട്ട് മാറും. അതേസമയം കുടംപുളി, വാളംപുളി തുടങ്ങിയ പുളികൾ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അസിഡിക്കായിട്ട് തന്നെ മാറും. അത് പുളിച്ചത് കെട്ടിലും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളെ നേരിടാനായിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള രസായനങ്ങളൊക്കെ ഉണ്ട്. അതാണ് സഞ്ജീവിനി പ്രാശ് അവലേഹ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ സഞ്ജീവിനി പ്രാശ് അവലേഹ് എന്ന് പറയുന്നത് ഇതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മുമ്പ് ഞാൻ പറഞ്ഞു ഏതൊക്കെ രസങ്ങളാണ് കുറയ്ക്കേണ്ടതെന്ന്. എരിവ്, പുളി, ഉപ്പ്, ഈ 3 രസങ്ങളടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിന് പകരമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് മധുരം, കയ്പ്, ചവർപ്പ്, ഈ 3 രസങ്ങളാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ 3 രസങ്ങളും അടങ്ങിയ ഒരു മികച്ച രസായനമാണ് നമ്മുടെ ത്രികാരയുടെ സഞ്ജീവിനി പ്രാശ് അവലേഹ്. ഇത് ത്രികാര സഞ്ജീവിനി പ്രാശ് അവലേഹ് എന്നാണ്. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം. ഇതിനകത്തെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. അപ്പം നെല്ലിക്ക നമുക്കറിയാം ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. നെല്ലിക്ക വന്നിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കുവാണെങ്കിൽ മധുരിക്കും. ഇപ്പോൾ വേനൽക്കാലത്ത് ധാരാളം നെല്ലിക്കകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും, പച്ച നെല്ലിക്ക. നമ്മളത് അച്ചാറിടും. ശരിക്കും പറഞ്ഞാൽ അച്ചാറിട്ട് നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ്. അച്ചാറായിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്, അത് ചമ്മന്തിയായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ സാധിക്കാത്തവർക്ക് ഇത് രസായനമായിട്ട് കഴിക്കാം. രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് രസായനമായിട്ട് അതിന് ഉപയോഗിക്കാം. 2 നേരം അത് ഉപയോഗിക്കാം. ഓരോ ടീസ്പൂൺ വെച്ച് നമുക്കത് കഴിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ശ്വസനത്തെ സഹായിക്കുന്നതാണ്, നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതാണ്, പ്രതിരോധശേഷി അതിനെ മെച്ചപ്പെടുത്തുന്നതാണ്. തുടങ്ങിയ ശാരീരിക വ്യവസ്ഥകളെയെല്ലാം ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ശ്വസനം, ദഹനം, പ്രതിരോധശേഷി, ഇത് 3നും തടസ്സം നേരിടുന്ന ഒരു കാലമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. മറ്റു കാലത്തിലും ഉണ്ടാകത്തില്ലെന്നല്ല, പൊതുവെ ആൾക്കാർക്ക് അത് പ്രകൃതിയുടെ വ്യത്യാസം അനുസരിച്ചിരിക്കും. അല്ലേ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വാതപിത്ത കഫത്തിൻ്റെ ഒരു സംയോജനമാണ്. വാതപിത്ത കഫങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നത് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ അത് കാലങ്ങളും ഋതുക്കളും അനുസരിച്ച്, അല്ലെ, ഋതു എന്ന് പറഞ്ഞാൽ കാലമാണ്. അപ്പോൾ കാലമനുസരിച്ച് അല്ലെങ്കിൽ ഋതുക്കൾ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് നാം കഴിക്കുന്ന ആഹാരത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. പ്രകൃതിയിൽ തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുന്നത് രുചിയുടെ പുറമെയാണ്. രുചി നോക്കിയിട്ടാണ് നമ്മൾ ആഹാര വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. രുചി നോക്കിയിട്ടല്ല നമ്മൾ ആഹാരം കഴിക്കേണ്ടത്, ശരീരത്തിൻ്റെ പ്രകൃതി നോക്കിയിട്ടാണ്. വിശപ്പാണ് ആഹാരത്തിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പം അതിനെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ നമ്മുടെ ജീവജീവികളെല്ലാം പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ ആയുർവേദം നിഷ്കർഷിക്കുന്നതും പഥ്യമായിട്ട് പറയുന്നതുമായിട്ടുള്ള ഒരു വേനൽക്കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട, എല്ലാവരും തന്നെ ഉപയോഗിക്കേണ്ട ഒരു രസായനമാണ് ഇതുപോലുള്ള ചവനപ്രാശങ്ങൾ എന്ന് പറയുന്നത്. അത് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, പക്ഷെ അതൊക്കെ നമുക്ക് എന്തുമാത്രം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ നമ്മുടെ ത്രികാരപ്രാശ് അവലേഹം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും യാതൊരു കെമിക്കലുകളും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്നവയാണ്. അപ്പോൾ ഇതിനകത്തെ പ്രധാന ചേരുവ ഞാൻ ആദ്യം പറഞ്ഞു നെല്ലിക്കയാണ്. അപ്പം നെല്ലിക്കയ്ക്കകത്ത് മധുരമുണ്ട്, അതുപോലെ തന്നെ ചവർപ്പുണ്ട്, കയ്പുണ്ട്. ഈ 3 രസങ്ങളും അടങ്ങിയിരിക്കണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, പാവയ്ക്കായ്ക്ക് ആ രസമുണ്ട്, പാവയ്ക്കായ്ക്ക് കയ്പുണ്ട്. പാവയ്ക്കായ ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് പാവയ്ക്ക. അതുപോലെ തന്നെ നെല്ലിക്ക, അതുപോലെ തന്നെ കുക്കുംബർ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം, ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. ധാരാളം പഴങ്ങൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി കുറവായവർക്ക്, ശ്വസനത്തിനും ദഹനത്തിനും പ്രതിരോധശേഷിക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലുള്ള രസായനങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നെല്ലിക്കയെക്കുറിച്ച് പറഞ്ഞു, വൈറ്റമിൻ സിയുടെ ഉറവിടമാണ് നെല്ലിക്ക. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി തരുന്ന, പ്രതിരോധ ശക്തി ശരീരത്തിൽ നൽകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് തന്നെ ധാരാളം രോഗങ്ങൾ, കൂടെ ജലദോഷം വരിക, പനി വരിക, ചുമ, അതുപോലെ തന്നെ രോഗങ്ങൾക്കെല്ലാം കാരണം ഈ വൈറ്റമിൻ സിയുടെ കുറവാണ്.
അപ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് സാധിക്കാത്തവർക്ക് നമ്മൾ രസായനങ്ങളെ ആശ്രയിക്കാം. അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ്. അത് നാരങ്ങയിലുമുണ്ട്, നെല്ലിക്കയിലുമുണ്ട്. അപ്പോൾ നാരങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിലും നാരങ്ങയുടെ പുളി വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ ആയിട്ട് മാറും, അത് അസിഡിക്ക് ആവത്തില്ല. ഇനി രണ്ടാമതായിട്ട് ഈ ത്രികാരപ്രാസിൽ അടങ്ങിയിരിക്കുന്ന പോഷക വസ്തു എന്ന് പറയുന്നത് അശ്വഗന്ധമാണ്. അശ്വഗന്ധം, അതിന് സംസ്കൃതത്തിൽ ബല എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ബലാരിഷ്ടമൊക്കെ ഉണ്ട്, ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബലാരിഷ്ടം. പിന്നെ പുറമേ തയ്ക്കാനായിട്ട് ബലാ തൈലമുണ്ട്, നാരായണ തൈലമുണ്ട്, മഹാനാരായണ തൈലമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള തൈലങ്ങളൊക്കെ ഉണ്ട്, ധാന്വന്തരം തൈലമുണ്ട്. ഇതൊക്കെ പുറമേ തേക്കാനായിട്ടുണ്ട്. അത് തന്നെ ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് അശ്വഗന്ധ അരിഷ്ടമുണ്ട്, അശ്വഗന്ധ ലേഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ത്രികാരപ്രാസിനകത്ത് അശ്വഗന്ധം ചേർന്നിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ ഓജസ്സിനെയും തേജസ്സിനെയും വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലേ? മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ കുറയ്ക്കും. അതോടൊപ്പം തന്നെ ഇതൊരു വാചീകരണ ഔഷധമായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത്. നമുക്ക് ആയുർവേദ കടകളിലൊക്കെ അല്ലെങ്കിൽ അങ്ങാടി കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അശ്വഗന്ധം തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ രസായനത്തിനകത്ത് അശ്വഗന്ധം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓജസ്സിനെയും തേജസ്സിനെയും വർദ്ധിപ്പിക്കുന്നതാണ്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരുപക്ഷെ. അടുത്തത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവ് നമ്മുടെ ഇവിടെ കിട്ടുന്നതല്ല, അത് ഹിമാലയത്തിൽ മാത്രം കാണുന്ന ഒരു പൂവാണ്. ചർമ്മത്തിൻ്റെ തിളക്കം നൽകുന്നതാണ്. സൗന്ദര്യമൊക്കെ വേണമെന്നുള്ളവർ കുങ്കുമപ്പൂവൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ചെറിയൊരു അളവിൽ, പ്രധാന ചേരുവ എന്ന് പറയുന്നത് നെല്ലിക്കയാണ്, അതിൻ്റെ സബ്ബായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇനി നാലാമതായിട്ട് ഇതിനകത്ത് വരുന്നത് പശുവിൻ നെയ്യാണ്. പശുവിൻ നെയ്യ് അപ്പോൾ ആരോഗ്യമുള്ള കൊഴുപ്പ്. അപ്പോൾ നമുക്കറിയാം രക്തത്തിൽ HDL ഉണ്ട്, LDL ഉണ്ട്. അപ്പോൾ കൊളസ്ട്രോളിനൊക്കെ കാരണമായിട്ട് വരുന്നത് മോശം കൊഴുപ്പാണ്. ചീത്ത കൊഴുപ്പുണ്ട്, നല്ല കൊഴുപ്പുണ്ട്, അല്ലേ? അപ്പം നല്ല കൊഴുപ്പിനെ ഇത് വർദ്ധിപ്പിക്കുന്നതാണ് പശുവിൻ നെയ്യ്. പശുവിൻ പാലിൽ നിന്ന് എടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പശുവിൻ നെയ്യ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് നെയ്യൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പലപ്പോഴും അതൊന്നും ഒറിജിനൽ നെയ്യൊന്നും ആയിരിക്കത്തില്ല. അതിനകത്തൊക്കെ പലതരത്തിലുള്ള വെട്ട് നെയ്യുകളും അതുപോലെ തന്നെ മാംസത്തിൻ്റെ നെയ്യൊക്കെ ചേർത്താണ്, പിന്നെ ചില ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ചേർത്താണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മുടെ ഈ ഉൽപ്പന്നത്തിലുള്ള ഈ പശുവിൻ നെയ്യ്, ഇതിൽ ചേർന്നിരിക്കുന്ന പശുവിൻ നെയ്യ്, അത് നമുക്ക് നല്ല കൊളസ്ട്രോളിനെ, ചീത്ത കൊളസ്ട്രോളിനെ മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോളിനെ നൽകുന്നതാണ്. പലരും നെയ്യ് കഴിക്കാനൊക്കെ പേടിക്കും. ചിലർക്കൊക്കെ നെയ്യ് കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ പലരും പറയാറുണ്ട്. നെയ്ക്ക് ചൊവ്വ ഇഷ്ടമില്ല. പക്ഷേ നെയ്യ് ഏറ്റവും നല്ല ഒരു ആഹാര പദാർത്ഥമാണ്, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ക്ഷീണിച്ചിരിക്കുന്നവർ, മെലിഞ്ഞിരിക്കുന്നവർ, വിശപ്പ് കുറവുള്ളവർ, അവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ദ്രവ്യമാണ് നെയ്യെന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള കൊഴുപ്പിനെ നൽകുന്നതാണ്. പിന്നെ ഇത് പിത്തത്തെ കറക്റ്റാക്കി നിർത്തും, അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പിത്തം എന്ന് പറയുന്നത് തന്നെ, പിത്തം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അധികരിക്കും, അല്ലേ? ചിലർക്ക് വിശപ്പ് കുറയും, അങ്ങനെയുണ്ട്. ചില പ്രകൃതികളിൽ വിശപ്പ് കുറയുകയും ചില പ്രകൃതികളിൽ വിശപ്പ് കൂടുകയും ചെയ്യും. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ. ചിലർ വാദപിത്ത പ്രകൃതിയായിരിക്കും, ചിലർ വാദ കഫ പ്രകൃതിയായിരിക്കും, ചിലർ പിത്തവാദ പ്രകൃതിയായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ കോമ്പിനേഷൻ വരും. അതനുസരിച്ചുള്ള വ്യത്യാസം അവരുടെ ശരീരത്തിൽ പ്രകടമാവും. അല്ല എല്ലാവർക്കും ഒരുപോലെ വരും എന്നുള്ള ഇതിനർത്ഥമാക്കരുത് ഒരിക്കലും. ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചാണ് ഇതിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ചിലർ വാദം മുന്നിട്ട് നിൽക്കും. വാദം മുന്നിട്ട് നിൽക്കുന്നവർക്ക് പിത്തം അധികരിച്ച് കഴിയുമ്പോൾ ചിലപ്പം വിശപ്പ് കുറയും. ചിലർക്ക് ഇതെല്ലാം സമമായിട്ട് തന്നെ നിൽക്കും. വാദവും പിത്തവും കഫവും സമമായിട്ട് നിൽക്കും. അതാണ് ഏറ്റവും ആരോഗ്യമുള്ള പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയിൽ വിശപ്പ് സമമായിട്ട് നിൽക്കും. അല്ലാത്തവർക്ക് വിശപ്പ് വ്യത്യാസം വരും. ചിലർക്ക് ദാഹം കൂടും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ആയുർവേദം എപ്പോഴും ഈ പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സകളെല്ലാം തന്നെ പോകുന്നത്. മോഡേൺ സയൻസുമായിട്ട് വളരെയധികം വ്യത്യാസം അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാതെ അതിന് ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ആയുർവേദ ഡോക്ടർമാർ അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ പറഞ്ഞു വന്നത്, പിത്തത്തെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ദ്രവ്യം എന്ന് പറയുന്നത് പശുവിൻ നെയ്യാണ്. ആ പശുവിൻ നെയ്യ് എന്തിലടങ്ങിയിട്ടുണ്ട്? ഈ ത്രികാരപ്രാസിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല കൊളസ്ട്രോളിനെ നമുക്ക് നൽകുന്നു. ഇതാണ് പശുവിൻ നെയ്യിൻ്റെ പ്രത്യേകത. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പശുവിൻ നെയ്യ് ഉണ്ടാക്കുമായിരുന്നു, അല്ലെ? പാലൊക്കെ ഉണ്ട്, പശുവൊക്കെ ഉണ്ട്, പശുവുണ്ട്, പാലുണ്ട്. പിന്നെ അത് മോരാക്കും, എന്നിട്ട് നമ്മളതിനെ നെയ്യാക്കി മാറ്റും, അതിൽ നിന്ന് നെയ്യെടുക്കും. അതായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി നമ്മൾ കടയിൽ നിന്നും
അക്മാർക്ക് ലേബലിലൊക്കെ നെയ്യ് ധാരാളം ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വ്യാജമാണ്, ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. എല്ലാം വ്യാജമാണെന്നല്ല, നല്ല നെയ്യുണ്ട്. ഇപ്പം അമുലിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ അപൂർവമായിട്ടുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കൊളസ്ട്രോൾ വേണ്ടവരും പിത്തം അധികരിച്ച് നിൽക്കുന്നവർ അതിനെ കുറച്ച് കുറയ്ക്കാനായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് സഞ്ജീവനി പ്രാശി അല്ലെങ്കിൽ ത്രികാര പ്രാശ് അവലേഖം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വേറൊരു കണ്ടന്റ് എന്ന് പറയുന്നത് വൻ ശ്ലോഷം എന്നാണ്. അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് മുളയുടെ അരി. ഇപ്പം മുള എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ ആൾക്കാർ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് മുളയുടെ തണ്ട് മുറിച്ച് അതിനകത്ത് ഫില്ല് ചെയ്തൊക്കെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മുളപ്പുട്ടെന്നൊക്കെ പറയും. അതൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം അതൊക്കെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വന്നു. അപ്പോൾ മുള ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ഉൽപ്പന്നമാണ് മുളയരി. അത് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്, ശ്വാസം ചേർന്നിട്ടുണ്ട്. ഇത് ശ്വസനത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ഊർജം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതാണ് ഈ മുളയരി എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 5 കൂട്ടങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാം ഒന്നും കൂടെ പറയാം. നെല്ലിക്കയുണ്ട്, അശ്വഗന്ധമുണ്ട്, കുങ്കുമപ്പൂവുണ്ട്, പശുവിൻ നെയ്യുണ്ട്, പിന്നെ മുളയരി ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. പിന്നെ മധുരത്തിന് തേനും ശർക്കരയും ചേർത്തിട്ടുണ്ട്, മധുരം വരാനായിട്ട് തേനും ശർക്കരയും. അപ്പോൾ ഇത്രയും പോഷക വസ്തുക്കൾ ചേർന്ന ഒരു വിശിഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ് RCMൻ്റെ ത്രികാര പ്രാശ് അവലേഹം. അപ്പോൾ അത് വേനൽക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ പ്രായമായവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു രസായനമാണ്. രസായനം നമ്മൾ നക്കി കഴിക്കുക എന്ന് പറയുന്നത്, അല്ലെ വായിലിട്ട് ഞുണഞ്ഞ് വേണം ഇറക്കാനായിട്ട്. ഉമിനീര് കൂട്ടി വേണം ഇറക്കാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് എടുത്ത് വയലോട്ട് വെച്ച് നമ്മൾ സ്പൂൺ കൊണ്ട് കഴിച്ച് വിഴുങ്ങാനുള്ളതല്ലത്. ധാരാളം ഉമിനീര് ചേർത്ത് അല്ലെങ്കിൽ നമ്മൾ വായിലിട്ട് ഞുണഞ്ഞ് മുട്ടായി ഞുണയുന്നത് പോലെ നുണഞ്ഞ് വേണം ഇത് ഇറക്കാനായിട്ട്. ആൽക്കലൈൻ കണ്ടന്റ് കൂട്ടണം. ചിലരൊക്കെ ഇതിൻ്റെ പുറമെ പാലൊക്കെ കുടിക്കാറുണ്ട്. പാല് ചില പ്രകൃതികൾക്ക് അത് ദോഷം ചെയ്യും. ഇപ്പോൾ വാദപ്രകൃതികൾക്കൊക്കെ പാല് കുടിക്കുന്നത് ദോഷം ചെയ്യും, അല്ലാത്ത പ്രകൃതികൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പാല് കുടിച്ചില്ലെങ്കിലും സാരമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഉമിനീരിൽ അലിയിപ്പിച്ച് നമ്മൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ ഭക്ഷണത്തിന് പുറമേ കഴിക്കും. ഭക്ഷണത്തിന് പുറമേ രസായനങ്ങളൊക്കെ ഒരു നേരത്തെ ആഹാരം എന്നതുപോലെ തന്നെ കഴിക്കേണ്ടവയാണ്. അപ്പം വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. അല്ലാതെ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ പുറമേ കഴിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റുള്ളവർക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ് ത്രികാര പ്രാശ് അവലേഹം. ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥകളെ അല്ലെങ്കിൽ ശരീരധർമ്മങ്ങളെ ശരിയായ വിധത്തിൽ, നല്ല വിശപ്പ് അല്ലെങ്കിൽ ദഹനത്തെയും നമ്മുടെ ശ്വസനത്തെയും പ്രതിരോധശേഷിയും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഉപകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ത്രികാര പ്രാശ് അവലേഹം. നേരത്തെ ഇത് സഞ്ജീവിനി എന്ന പേരിലാണ് ഇറക്കിയിരുന്നത്. ഇപ്പോഴത് അതിൻ്റെ പേരൊക്കെ മാറ്റി അതിൻ്റെ വ്യത്യാസപ്പെടുത്തിയാണ് ഇപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് ആരോടും ധൈര്യമായിട്ട് പറയാം, ഒരു ശങ്കയും കൂടാതെ. ഇപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ള ആയുർവേദ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവരോടും പറയാം. ഡോക്ടേഴ്സിനും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് സഞ്ജീവിനി പ്രാശ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടുന്ന ത്രികാര പ്രാശ് അവലേഹം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഞാനിവിടെ ഫോട്ടോയിൽ കൊടുത്തിരിക്കും കുടിസിപ്പും, അതുപോലെ തന്നെ സഞ്ജീവിനി പ്രാശം അല്ലെങ്കിൽ ത്രികാര പ്രാശം. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഹെൽത്ത് ടോണിക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തുമ്മൽ ഇതെല്ലാം ഉള്ളവർക്കും ഉപയോഗിക്കും. ജലദോഷം, തുമ്മൽ, കൂടെ പനി വരിക, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ MRP വരുന്നത് 217 രൂപ മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് കുടിക്കാനായിട്ട് വേനൽക്കാലത്തുള്ള മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ത്രികാര ജൽജീൽ പൗഡറാണ്, അല്ല ജൽജീര എന്ന് പറയുന്ന ഒരു പൗഡറാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജൽജീര പൗഡർ ഇത് കുടിക്കാനായിട്ടുള്ളതാണ് വേനൽക്കാലത്ത് ഏത് കാലത്ത് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടിനെ മറികടക്കാൻ അല്ലെങ്കിൽ ചൂടിനെ അതിജീവിക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ജൽജീര പൗഡർ. ധാരാളം പച്ചമരുന്നുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്.
നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിപ്പലിയുണ്ട്, പുതിനയുണ്ട്, പിന്നെ ശർക്കരയുണ്ട്, നെല്ലിക്കാപ്പൊടിയുണ്ട്, പിന്നെ ബ്ലാക്ക് സോൾട്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോൾട്ട് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ. ബ്ലാക്ക് സോൾട്ട് ഉണ്ട്, റോക്ക് സോൾട്ട് ഉണ്ട്, സാധാരണ സോൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു രസങ്ങളിൽ ഉപ്പ് കുറയ്ക്കേണ്ട ഒരു സമയമാണ് വേനൽക്കാലം. പക്ഷെ ബ്ലാക്ക് സോൾട്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അല്ലെ ഇന്ദുപ്പ് എന്നൊക്കെ പറയുന്നത്. ബ്ലാക്ക് സോൾട്ട്, ഇന്ദുപ്പ്, റോക്ക് സോൾട്ട് ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഉപ്പ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. നല്ല ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന, ശരീരത്തെ ആൽക്കലൈൻ കണ്ടന്റ് നിലനിർത്തുന്ന തരത്തിലുള്ള ഉപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും തിപ്പലി, പുതിനയൊക്കെ നമുക്കറിയാം, അമ്ര, ശർക്കര തുടങ്ങിയ ചേരുവകളെല്ലാം ചേർന്ന ഒരു ഉൽപ്പന്നമാണ് ജൽജീര പൗഡർ. ജൽജീര അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ ഏറ്റവും നല്ലത്, ഉന്മേഷം കൊടുക്കുന്നതും ജലാംശം നിലനിർത്താനും ഉപയോഗിക്കുന്നതാണ്. ഇത് ദഹനത്തെ സഹായിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ പിത്തം അധികരിച്ച് കഴിയുമ്പോൾ ചിലർക്ക് പിത്തം കുറയും, അങ്ങനെയുണ്ട് കേട്ടോ. പിത്തം അധികരിച്ച് കഴിയുമ്പോൾ ദഹന വ്യവസ്ഥയെല്ലാം തെറ്റിപ്പോകും. അപ്പം അങ്ങനെയുള്ള ദഹനത്തെ സഹായിക്കാനും ഇതിന് സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് പോകുന്നത് ജീരകമാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ജീരകവും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം എന്ന് പറയുന്നതും പിത്തത്തെ സമീകരിക്കുന്നതാണ്. അല്ല, വേനൽക്കാലത്ത് ജീരകവെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് ആ ജീരകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സലാഡ് ഉണ്ടാക്കും. വെള്ളരിക്ക, അതുപോലെ തന്നെ കുക്കുംബർ, ക്യാരറ്റ്, ഇതൊക്കെ ചേർത്ത് സലാഡ് ഉണ്ടാക്കി ആ സലാഡിനകത്ത് നമുക്ക് അതിനകത്തിട്ട് വെതറി പൊടിയായിട്ട് ചേർത്ത് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയും ഇതിനകത്ത് പറയുന്നുണ്ട്. സലാഡായിട്ട് ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വെള്ളത്തിൽ ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ജൽജീര പൗഡർ. അപ്പോൾ ഇതും നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, നമുക്കും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചായ, കാപ്പി ഇതൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ജൽജീര അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കാം. അപ്പം വേനൽക്കാലത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ട 2 സാധനങ്ങളാണ് ചായയും കാപ്പിയും. കാരണം ഇത് ജലാംശത്തെ പലതരത്തിലത് ജലാംശത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ അസിഡിറ്റി കൂട്ടാനും കാരണമാകുന്നവയാണ്. മറ്റു കാലങ്ങളിൽ കുഴപ്പമില്ല, എങ്കിലും താരതമ്യേന ഇവയും കുറയ്ക്കുന്നതാണ് നല്ലത്. അത് മോശമാണെന്നല്ല പറഞ്ഞത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. എന്നാൽ കാപ്പിയേക്കാളും നല്ലത് ചായയാണ്. കാരണം ചായയുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതി കഴിഞ്ഞാൽ തണുപ്പും, കാപ്പിയുടേത് ചൂടുമാണ്. ചായ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് ഈ ജൽജീര വെള്ളത്തിൽ കലക്കി നമ്മുടെ അതിഥികൾക്ക് കൊടുക്കാവുന്നതാണ്, നമുക്കും കുടിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു ഉൽപ്പന്നമുണ്ട് വേനൽക്കാലത്ത്. അതാണ് മാംഗോ സ്ക്വാഷ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കടകളിലൊന്നും അത് കിട്ടാറായിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അൽഫോൺസ മാമ്പഴം ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു പാനീയമാണ് അൽഫോൺസ മാമ്പഴം. ചൂടിനെ മറികടക്കാൻ സഹായിക്കുന്ന ഉന്മേഷദായകമായിട്ടുള്ള ഒരു സ്ക്വാഷാണ് അൽഫോൺസ മാമ്പഴം. ഇപ്പോൾ 100% അൽഫോൺസ മാങ്ങയുടെ പൾപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വിറ്റാമിനുകളും ധാതുക്കളുടെ എല്ലാം ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം മാമ്പഴക്കാലമാണ് അല്ലെ, വേനൽക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ മാമ്പഴക്കാലമാണ്. ധാരാളം പലതരത്തിലുള്ള വെറൈറ്റി മാമ്പഴങ്ങളുണ്ട്. അപ്പോൾ മാമ്പഴത്തിൻ്റെ രസം എന്ന് പറയുന്നത് തന്നെ മധുരമാണ് അല്ലെ. മധുരമുണ്ട്, പുളിയുണ്ട്. പക്ഷെ അതിലെ പുളി നമുക്ക് അസിഡിക് ആകുന്നതല്ല, അത് ആൽക്കലൈനാണ്. അപ്പോൾ മാമ്പഴത്തിൽ മധുരം, പുളി, മറ്റ് ധാതുക്കൾ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മാമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൾപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. യാതൊരു കെമിക്കലുകളും ചേരാത്ത 100% നാച്ചുറലായിട്ടുള്ള മാമ്പഴ സത്താണ് നമ്മുടെ അൽഫോൺസ മാമ്പഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മാംഗോ സ്ക്വാഷ്. അപ്പോൾ അത് ഉടൻ തന്നെ മാർക്കറ്റിലെത്തും. അപ്പോൾ നമുക്കത് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് കുടിക്കാനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ കഴിക്കാനുള്ള നമ്മൾ ലേഹ്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് ജലദോഷവും ചുമയും ഒക്കെ അധികരിച്ച് നിൽക്കുന്നവർക്ക് നമുക്ക് പഞ്ചതുളസി ഉപയോഗിക്കാം, ന്യൂട്രിചാർജ് SP ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സും ഈ അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം, അപ്പോൾ നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത് പോലെ തന്നെ പുറമേക്ക് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങളും നമുക്കുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചൂട് അധികമാകും.
ചൂട് അധികമായി കഴിയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം സൂര്യാഘാതം അല്ലെ, വേനലിൻ്റെ ചൂട് അധികമായി കഴിയുമ്പോൾ സൂര്യാഘാതം ഉണ്ടാകാറുണ്ട്. പലരുടെ സ്കിന്ന് പെട്ടെന്ന് കറക്കാറുണ്ട്. ചില ആൾക്കാരുടെ സ്കിന്നൊക്കെ വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ കറക്കും, ചിലർക്ക് പൊള്ളും, ചിലർ സൂര്യാഘാതം ഉണ്ടായി മരിക്കുന്നതായിട്ട് വരെ നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പുറമേക്കും ചില ലേപനങ്ങൾ ഉപയോഗിക്കണം. അതും നമ്മുടെ RCMലുണ്ട്. അതിനുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ RCMൻ്റെ കീസോൾ സെക്ഷനിൽ വരുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അല്ലെ, സൺസ്ക്രീൻ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നമ്മൾ കീസോൾ സെക്ഷനിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാം. ഇത് അൾട്രാവയലറ്റ് രശ്മികളെ തടുക്കുന്നതാണ്, അല്ലേ. ചർമ്മത്തിലെ ജലാംശം, മൃദുത്വം, തിളക്കം എന്നിവയെല്ലാം നിലനിർത്താനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ശരീരത്തിലെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ മറ്റ് പോഷക വസ്തുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വേനൽക്കാലത്ത് അഭ്യംഗം എന്ന് പറയും, അഭ്യംഗം ചെയ്യാന്ന് പറയും. അഭ്യംഗം എന്ന് പറഞ്ഞാൽ എണ്ണ തേച്ചുള്ള ഗുളിയാണ്. അപ്പോൾ ആയുർവേദത്തിൽ സാധാരണ നമ്മൾ അഭ്യംഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. പക്ഷെ നമുക്കിവിടെ തവിടെണ്ണയുണ്ട്. തവിടെണ്ണയും നല്ലതാണ്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. തവിടെണ്ണ ശരീരത്തിന് തണുപ്പ് നൽകുന്നതാണ്. സാധാരണ ഞാൻ നല്ലെണ്ണയാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തവിടെണ്ണ ഞാൻ പരീക്ഷണാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് നല്ല തണുപ്പ് അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തവിടെണ്ണ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. തലയിലും തേക്കാം. അപ്പോൾ ആയുർവേദത്തിൽ 2 തരം എണ്ണകളാണ് പറയുന്നത്. ആയുർവേദത്തിൽ ശരീരത്തിൽ തേക്കാനായിട്ട് ധാന്വന്തരം തൈലവും തലയിൽ പിണ്ടതൈലം 6 കാലാതി വെളിച്ചെണ്ണയൊക്കെയാണ് പറയുന്നത്. വെളിച്ചെണ്ണ വെക്കാനാണ് പറയുന്നത് ആയുർവേദം പറയുന്നത്. 6 കാലാതി പോലെയുള്ള വെളിച്ചെണ്ണകൾ, അതുപോലെ ധാന്വന്തരം, പിണ്ടതൈലം ഒക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ നമുക്കിവിടെ നമ്മുടെ ഓപ്ഷൻ തവിടെണ്ണയാണ്. ഈ തവിടെണ്ണയിൽ നമുക്ക് മരുന്നിട്ട് കാച്ചി എണ്ണയായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ആയുർവേദത്തിൽ ധാന്വന്തരം തൈലം ഉണ്ടാക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനകത്ത് ധാരാളം പച്ചമരുന്നുകൾ ചേർക്കും. പ്രധാനമായിട്ടും കുറുന്തോട്ടിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പറമ്പിൽ കുറുന്തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുറുന്തോട്ടി എടുത്ത് പറിച്ച് അതിൻ്റെ സമൂലം വേര് സഹിതം പറിച്ചെടുത്ത് കഷായം വെക്കണം. കഷായം വെച്ചിട്ട് ഇത് തവിടെണ്ണയിൽ കാച്ചിയെടുത്ത് എണ്ണയായിട്ട് നമുക്ക് അതിൻ്റെ പോഷകത്തെ കൂട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അല്ലാതെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഈ എണ്ണ ശരീരമാസകലം തേച്ച് കുളിക്കുക. അപ്പോൾ അതിന് സോപ്പ് ഉപയോഗിക്കുന്നതിനൊക്കെ നല്ലത് നമ്മുടെ കടലമാവ് ഉപയോഗിക്കാം. അല്ലെ, RCMൽ ഇപ്പോൾ കടലമാവ് വരുന്നുണ്ട്. എൻ്റെ ഒരു ബേസൺ അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു ഇംഗ്ലീഷിൽ. കടലമാവ് ഉപയോഗിച്ച് അതിൻ്റെ മെഴുക്കിളക്കി കളയുക. അപ്പോൾ അത് ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതും ചൂടിനെ ക്രമീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എണ്ണയാണ് തവിടെണ്ണ. ഇപ്പോൾ തവിടെണ്ണ കഴിക്കാൻ മാത്രമല്ല പുറമേ തേക്കാനും വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വേനൽക്കാല ആരോഗ്യത്തെ, വരാൻ പോകുന്ന വേനൽക്കാലത്തെ നമുക്ക് നേരിടാനായിട്ട് ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ കുടിക്കുന്നതിലൂടെയും പുറമേ പുരട്ടുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ അത് പറയുന്നതിനകത്തുള്ള ഒരു കൃത്യത കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ പറയുന്നവർക്കും ഒക്കെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയ്ക്ക്, അല്ലെങ്കിൽ നമ്മളത് അവരോട് പറയുമ്പോൾ അവരെങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ വാദവിത്തം അങ്ങനെ പറയണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ്സിലങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദഹനത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെയും ഒക്കെ സമമാക്കി നിർത്തുന്നതിന് അല്ലെങ്കിൽ അതിനെയൊക്കെ ക്രമീകരിച്ച് നിർത്തുന്നതിന് നമുക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ തന്നെ യാതൊരു കലർപ്പും ഇല്ലാതെ തന്നെ നമ്മുടെ RCMലുണ്ട്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക.
ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയാം. അപ്പം ശരീരത്തിൻ്റെ ചൂട് ചൂട് അധികമായി കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിയെയും ധാരണയെയും അല്ലെങ്കിൽ സ്മൃതിയെയും വരെ അത് പലപ്പോഴും ബാധിക്കും. വൈകാരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ചൂടധികമായി കഴിയുമ്പോൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ആ ദേഷ്യം നമുക്ക് വരാം, കോപം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട്. മനുഷ്യൻ കൂടുതൽ അസ്വസ്ഥനാകുന്നത് വേനൽക്കാലത്താണ്. നമ്മുടെ പല ഒട്ടുമിക്ക രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉഷ്ണസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വയറ്റിൽ ചിലർക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഉദരസംബന്ധമായിട്ടും അസുഖങ്ങൾ വേനൽക്കാലത്ത് ചിലപ്പം വരാറുണ്ട്, അല്ലെങ്കിൽ ജലത്തിൻ്റെ കുറവ് കൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള വേദികളിലൂടെ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വേദികളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനും അത് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടേത് വെറും ബിസിനസ് മാത്രമല്ല RC എന്ന് പറയുന്നത്. ഇതൊരു നന്മയുടെ പ്രചാരമാണ്. ലോകത്തിന് നന്മയുണ്ടാവണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകല ലോകത്തിനും നമ്മുടെ സംസ്കാരം എന്ന് പറയും, ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. വസുദൈവ കുടുംബകം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സകലത്തിനെയും ഒരു പുഴുവിനെ പോലും നമ്മൾ സഹോദരനായിട്ട് കാണുന്നു. അത്രയ്ക്കും വിശാലമായ മനസ്കൃതി ഉള്ളവരായിരുന്നു നമ്മുടെ ഋഷിമാരെന്ന് പറയുന്നത്. അതാണ് ആർഷജ്ഞാന സംസ്കാരം എന്ന് പറയുന്നത്. ആർഷഭാരതത്തിൻ്റെ ജ്ഞാന സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളവയാണ് നമ്മുടെ വേദങ്ങളെല്ലാം തന്നെ. ഇപ്പം 4 വേദങ്ങൾ, ഋഗ്വേദ, യജുർവേദ, അഥർവവേദ, സാമവേദ. അതിൽ അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടാണ് ആയുർവേദം വരുന്നത്. ആ ആയുർവേദത്തിൻ്റെ മഹത്തായ തത്വങ്ങളാണ് നാം ഉപയോഗിക്കുന്ന ഇന്നത്തെ ആയുർവേദ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. അത് നമ്മൾ കച്ചവടമായിട്ട് തന്നെ നശിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് അത് സംശയിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മൾ ഏറ്റവും നാച്ചുറലായിട്ട് പ്രകൃതിയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് പ്രകൃതിയുടെ തന്നെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ചേരുവകൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും വരുത്താതെ അതിനെ അതിൻ്റെതായ തനതായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് കേടുവരാത്ത തരത്തിൽ അതിനെ വളരെ സംശുദ്ധമായിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ RC കാണിക്കുന്ന ഈ ശ്രദ്ധ, അല്ലെങ്കിൽ ഈ ഒരു ഏകാഗ്രത, ഈ ഒരു നന്മ പ്രചരണം, അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ പ്രസാരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ബിസിനസ് മാത്രമല്ല, ഇതൊരു നന്മയുടെ പ്രചാരമാണ്. ലോകത്തിന് നന്മയുണ്ടാവണം, നമുക്ക് ആരോഗ്യമുണ്ടാവണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ അതിന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഋതുചര്യ എന്ന് പറയുമ്പോൾ, ഋതു എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം, പിന്നെ ദിനചര്യ വരുന്നുണ്ട്. ഒരു ദിവസം എങ്ങനെയായിരിക്കണം, അതേക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം പറയാം. ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഇപ്പോൾ മഞ്ഞുകാലത്തെ ലൈഫ് സ്റ്റൈലല്ല മഴക്കാലത്ത്, മഴക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേനൽക്കാലത്ത്. ഇങ്ങനെ ഋതുക്കൾ മാറി വരുന്നതനുസരിച്ച്, കാലങ്ങൾ മാറി വരുന്നതനുസരിച്ച് നമ്മുടെ ആഹാരത്തിലും വിഹാരത്തിലും നാം വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അറിവുള്ളവനാണ് ആരോഗ്യമുള്ളത്, ശരിയായ അറിവുള്ളവന്, അറിവുള്ളവന് ആരോഗ്യമുണ്ട്. അപ്പോൾ അറിവ് ഇപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു അനാരോഗ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെയോ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിനെ തിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് നമ്മൾ അറിവുള്ളവരുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ അറിവിനെ നമ്മൾ അന്വേഷിക്കണം. ആ അന്വേഷണമാണ് നമ്മുടെ ആചാര്യന്മാർ പണ്ടുകാലത്ത് ചെയ്തു വെച്ചത്. അങ്ങനെയാണ് ആയുർവേദം ഒക്കെ വന്നിരിക്കുന്നത്. എല്ലാ ചികിത്സാ രീതികളും അങ്ങനെ വന്നിട്ടുള്ളവയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ചൂഷണം ചെയ്യുന്നു, വെറും ബിസിനസ് മാത്രമാക്കി മാറ്റുന്നു. അങ്ങനെയല്ല, ഇതൊരു ബിസിനസ് മാത്രമല്ല, ഇതൊരു സാമൂഹ്യ സേവനമാണ്. അല്ലെങ്കിൽ യാതൊരു പ്രതിഫലങ്ങളും ഇച്ഛിക്കാതെ മനുഷ്യന് നന്മയുണ്ടാകണം, എല്ലാ ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകണം എന്നൊരു കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. അപ്പം അതിൻ്റെ പ്രചാരകരാവുക, അതിന് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാലത്തിനനുസരിച്ച് അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരും. എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ കാലത്തും
പ്രസക്തമല്ല. കാലത്തിനനുസരിച്ച് അതിനെ കൂടുതൽ പ്രസക്തി കൊടുക്കുക, അതിനെ നമ്മൾ പ്രചരിപ്പിക്കുക, അങ്ങനെ നമ്മുടെ അറിവിനെ മെച്ചപ്പെടുത്തുക, നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക, അതിലൂടെ ഒരു നല്ല മനുഷ്യനായിട്ട്, സമൂഹത്തിന് ഉപകാരിയായിട്ട്, ലോകത്തിന് ഉപകാരിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറുന്നത്. ഒരു നല്ല മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സ്വസ്ഥത, മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപകാരിയായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു വലിയൊരു ഉപകാരത്തിൻ്റെ, ഒരു കാരുണ്യത്തിൻ്റെ ഒരു വലിയ വഴിയായിട്ടാണ് ഞാൻ RCMനെ കാണുന്നത്. അപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും എപ്പോഴും ഉണ്ടാവട്ടെ. ആ നന്മയിലൂടെ വളരാൻ നമുക്ക് സാധിക്കട്ടെ. ആ നന്മയുടെ പ്രകാശം ചുറ്റിലുമുള്ളവർക്ക് എന്നും ഊർജവും നല്ല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം എനിക്കിവിടെ ഒരുക്കി തന്ന, ഇവിടെ ഹോസ്റ്റായിട്ട് വന്ന നമ്മുടെ അഗസ്റ്റിൻ സാറിനെ, ഷാജി അഗസ്റ്റിൻ സാറിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലീഡർ പ്രജിബൻ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോട്ടയത്തിൻ്റെ ഗ്രേറ്റ് ലീഡർ ബാബു സാറിനും ജമിനി മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും, എല്ലാവർക്കും ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ളൊരു ക്ലാസ്സൊന്നുമല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഇനിയും പറയാനായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് പല വാക്കുകളും പല വിശദീകരണങ്ങളൊക്കെ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പം വരാം. അല്ലാതെ പറയാനായിട്ടുള്ള സംസ്കൃതത്തിലുള്ള വാക്കുകളൊക്കെ ഒത്തിരി ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ഗഹനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ പര്യാപ്തമായ തരത്തിൽ ഞാനൊരു നോട്ടൊക്കെ എഴുതിയാണ് ഇതിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനിയും ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം മറ്റേതെങ്കിലും ക്ലാസ്സുകളിൽ നമുക്ക് കൊണ്ടുവരാം. പുറത്തുചേരിയ ഇനിയുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ ആരോഗ്യത്തിലൂടെ, സമ്പത്തിലൂടെ വളരുന്ന ഒരു നന്മ നിറഞ്ഞ സമൂഹമായിട്ട് മാറാൻ, ഒരു മാതൃകാ സമൂഹമായിട്ട് മാറാൻ RCM എന്ന പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം, നന്ദി, പ്രണാമം.